ഹലോ, ഗുഡ് മോർണിംഗ് ജിജിയൻസ്. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? നമ്മൾ ഗ്ലോബൽ ഗാർണർ എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോമിൽ അതിൻ്റെ പ്രാഥമികമായിട്ട് പൂർത്തീകരിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതാനും കാര്യങ്ങൾ നമ്മൾ ഇതിനകത്തേക്ക് വന്നാൽ പ്രാഥമികമായിട്ട് ആ ഘട്ടങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമാണ് നമുക്ക് വരുമാനം വന്നാൽ തന്നെ അത് വിഡ്രോ ചെയ്യാൻ കഴിയുക. അപ്പം നമുക്ക് ആദ്യമായിട്ട് ലോഗിൻ ചെയ്ത് കയറുന്ന ആ ഒരു പ്രോസസ്സിലൂടെ നമുക്ക് മുന്നോട്ട് പോവാം. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ ഇടത് ഭാഗത്തുള്ള 3 ലൈൻസിൽ ആപ്ലിക്കേഷൻ്റെ ഇതാണല്ലോ ആപ്ലിക്കേഷൻ്റെ ഇടത് ഭാഗത്തുള്ള 3 ലൈൻസിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. ഇവിടെ ലോഗിൻ ചെയ്യാൻ പറയുന്നത് ലോഗിൻ ആൻഡ് സൈനപ്പ്. അപ്പോൾ ഞാനിവിടെ സൈനപ്പ് ചെയ്തതാണ്, ലോഗിൻ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതിൻ്റെ ഇപ്പോൾ ഈ കാണുന്നതിൻ്റെ അടിഭാഗത്ത് സൈനപ്പ് എന്ന് കാണിച്ചിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് സൈനപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇത് പറഞ്ഞെന്ന് മാത്രം. ഇങ്ങനെ ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്, ഇവിടെ നിന്ന് സൈനപ്പ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ലോഗിൻ ചെയ്യണം. ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയിട്ട് ലോഗിൻ ചെയ്യാണ്. മൊബൈൽ നമ്പറും പാസ്വേഡും അടിച്ചു കൊടുക്കേണ്ടത്. ഞാനത് അടിക്കാം. അപ്പോൾ മൊബൈൽ നമ്പറും പാസ്വേഡും അടിച്ചിട്ടുണ്ട്. മൊബൈൽ നമ്പർ തന്നെയാണ് യൂസർ നെയിമായിട്ട് വരിക. അത് പാസ്വേഡും അടിച്ചിട്ടുണ്ട്. ഇനി ലോഗിൻ ചെയ്യണം. ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്തു, റൺ ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഇവിടെ എൻ്റെ പേര് വന്നു, ഇമെയിൽ അഡ്രസ്സ് വന്നു. ഇങ്ങനെ നിങ്ങളും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേരും ഇമെയിൽ അഡ്രസ്സും പ്രൊഫൈൽ പിക്കും എല്ലാം കൃത്യമായിട്ട് വരുന്നു. പ്രൊഫൈൽ പിക്ക് നിർബന്ധമായിട്ട് എല്ലാവരും കൊടുക്കണം. ഇമെയിൽ ഐ ഡി നിർബന്ധമായിട്ട് എല്ലാവരും കൊടുക്കണം കേട്ടോ. സ്വന്തം പ്രൊഫൈൽ പിക്ക് നിർബന്ധമായിട്ട് കൊടുക്കാൻ അങ്ങനെ തന്നെ ശ്രമിക്കുക. ഇനി കൊടുക്കാൻ പറ്റില്ലെങ്കിൽ വീട്ടിലെ മക്കളുടെയോ ഭർത്താക്കളുടെയോ ഒരു 18 വയസ്സ് പൂർത്തിയായിട്ടുള്ള ആളുകളുടെയൊക്കെ പ്രൊഫൈൽ പിക്ക് നമ്മൾ ആഡ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ അകത്തേക്ക് കയറി വന്നാൽ കാണുന്ന ആദ്യത്തെ ഒരു പേജ് എന്ന് പറയുന്നത്. ഇത് ഞാൻ ഇങ്ങോട്ട് നീക്കി. ഇനി ഇതിനകത്ത് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് വലത് ഭാഗത്ത് ചേഞ്ച് ക്യാഷ് ബാക്ക് എന്നൊരു ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യണം. വലത് ഭാഗത്ത് ഒരു ബാറ്റിൻ്റെ ചിഹ്നമില്ല, സെർച്ചിങ് ബാറിൻ്റെ ഒരു ചിഹ്നം, ബാറ്റ് ചിഹ്നം. അവിടെ ആ ചേഞ്ച് ക്യാഷ് ബാക്ക് എന്ന് ചെറുതായിട്ട് സ്മോൾ ലെറ്ററിൽ വളരെ സ്മോളായിട്ട് എഴുതിയിട്ടുണ്ട്. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ ഇങ്ങനെ വന്നു. ഇവിടെ നിങ്ങൾ ഓപ്പൺ ചെയ്ത് ആദ്യമായിട്ട് കയറുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ, ഇവിടെ പിന്നെ ഫിഫോ, RPP, IC, സർക്കിൾ എന്നൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ആദ്യമായിട്ട് നിങ്ങൾ കയറി വരുമ്പോൾ ICയിലായിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ ഇവിടെ സർക്കിളിലാണുള്ളത്, ICയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി തൽക്കാലം ICയിലേക്ക് മാറ്റാം. ICയിലേക്ക് മാറിപ്പോൾ കേട്ടോ. നിങ്ങളൊരിക്കലും ICയിലാക്കരുത്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും നിങ്ങൾ കയറി വരുന്ന സമയത്ത് ആപ്ലിക്കേഷൻ്റെ അകത്തുണ്ടാവുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും ICയിൽ നിന്ന് സർക്കിളിലേക്ക് മാറ്റണം. ക്ലിക്ക് ചെയ്യുന്നു, സർക്കിളിലേക്ക് ക്ലിക്ക് ചെയ്യണം. അതല്ലെങ്കിൽ ICയിൽ നിന്ന് എന്താ കുഴപ്പമെന്ന് ചോദിക്കും. ഇവിടെ എഴുതി കാണണല്ലേ 2% മുതൽ 10% വരെ. നമ്മുടെ വരുമാനം എന്ന് പറയുന്നത് 100% ക്യാഷ് ബാക്ക് എന്ന് പറയുന്നത് 2% മുതൽ 10% വരെ അതിനോട് അവസാനിക്കും. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാം 100%വും അതിൻ്റെ 10 മടങ്ങും നമ്മുടെ ചിലവാക്കിയതിൻ്റെ 10 മടങ്ങ് വരുമാനം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സർക്കിളിലേക്ക് മാറ്റണം. അതിൻ്റെ സർക്കിൾ സെലക്ട് ചെയ്യുന്നു, ചേഞ്ച് ക്യാഷ് ബാക്ക്, സർക്കിളിലേക്ക് മാറ്റി കേട്ടോ. ആ സർക്കിളിലേക്ക് മാറി. ഇനി വീണ്ടും നമുക്ക് അവിടെ തന്നെ ക്ലിക്ക് ചെയ്യാം. ആ സർക്കിളിലേക്ക് മാറി കിടക്കുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ വലത് ഭാഗത്ത് FPV എന്നുണ്ട്. ഇപ്പോൾ UPV ആണ് നമ്മൾ സെലക്ട് ആയി കിടക്കുന്നത്. ഇനി ഇങ്ങോട്ട് FPVയിലും ഇതുപോലെ സർക്കിൾ ആക്കണം. അപ്പോൾ ഇത് സർക്കിളിലാണ് കിടക്കുന്നത്, അതുപോലെ സർക്കിൾ തന്നെ ആക്കണം. ഇത് രണ്ടും സർക്കിളിലേക്ക് മാറ്റി സെലക്ട് ചെയ്യുക നമ്മൾ. ഓക്കെ, അപ്പോൾ ഈ പ്രോസസ്സും ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും ചെയ്തേക്കുക നിർബന്ധമായിട്ട്. ഇതിനകത്തേക്ക് കയറി വന്ന ഉടനെ ആദ്യം ചെയ്യേണ്ടത് പണി ഇതാണ്. ഇനി മറ്റൊന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഞാനും വീണ്ടും ആ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്തു. ഇങ്ങനെ വന്നു. എൻ്റെ നെയിമിൻ്റെ മുകളിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. ഇവിടെ ക്ലിക്ക് ചെയ്തു. എൻ്റെ നെയിമിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഇങ്ങനെ വന്നിരിക്കുന്നു. ഇങ്ങനെ വന്ന് ഇവിടെ പ്രൊഫൈൽ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്തു. ഇവിടെ കണ്ടില്ലേ മുകളിൽ യൂസർ നെയിം അതെന്തായാലും വരും, യൂസർ ID അതും ഉണ്ടാവും. ഇമെയിൽ അഡ്രസ്സ് ഉണ്ടാവത്തില്ല, അത് നമ്മൾ കൊടുത്തേക്കണം. ഇമെയിൽ അഡ്രസ്സ്
ഇമെയിൽ അഡ്രസ്സ് എങ്ങനെ കൊടുക്കുക എന്നുള്ളത് പിന്നെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇമെയിൽ വെരിഫിക്കേഷൻ നടത്തുക എന്നുള്ളത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അവിടെ നോക്കിയിട്ട് നിങ്ങൾ ആ വീഡിയോ നോക്കിയാൽ നിങ്ങൾക്കത് ചെയ്യാൻ കഴിയും. അതുപോലെ പാൻ കാർഡ് നമ്പർ ആഡ് ചെയ്യുക. അതുണ്ട് ഇവിടെ അടിഭാഗത്ത് പാൻ കാർഡ് നമ്പർ. ഇങ്ങനെ ഇതിൻ്റെ പ്രൊഫൈൽ ഡീറ്റെയിൽസൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതെങ്ങനെ സെറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഈ എഡിറ്റ് ഇവിടെ മേളിൽ എഡിറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, മെയിൽ ആൻഡ് ഫീമെയിൽ, പിൻകോഡ് നമ്പർ, ഇത് നമ്മൾ ഇവിടുന്ന് ഇത്രയും കാര്യങ്ങൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്തിട്ട് ഡൺ കൊടുക്കാം. ഓക്കെ, ഇതാ മേളിൽ എഡിറ്റ് ചെയ്യണില്ല, അവിടെ കൊടുത്തിട്ട് അത്രയും കാര്യങ്ങൾ അവിടുന്ന് ചെയ്യാം. ബാക്കിയുള്ള കാര്യങ്ങൾ ഇമെയിലും അതുപോലെ തന്നെ പാൻ കാർഡും ഇവിടെ ഈ പേജിൽ വന്നുകൊണ്ട് ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ, ഇപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യാൻ ഓപ്ഷൻ കാണിക്കാത്തത് ഞാനതൊക്കെ ഫില്ല് ചെയ്തുകൊണ്ടാണ്, അവിടുന്ന് അത് ക്ലിയർ ചെയ്യാം. ഓക്കെ, പിന്നെ ചേഞ്ച് പാസ്വേഡൊക്കെ പിന്നീട് കുറേ കഴിഞ്ഞിട്ട് പഠിക്കേണ്ടുന്നൊരു വിഷയമാണ്. നമ്മൾ ഇതിനകത്ത് കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കി സ്വന്തമായിട്ട് ചെയ്യാനായി കഴിഞ്ഞാൽ ആണ് ചേഞ്ച് പാസ്വേഡ് കൊടുക്കേണ്ടത്. അതുവരെ നമ്മളിതിലേക്ക് കൊണ്ടുവരുന്ന ആൾ നമ്മളോട് നിർദ്ദേശിക്കുന്ന ഒരു പാസ്വേഡ്, അതല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള 1 മുതൽ 8 വരെയുള്ളൊരു പാസ്വേഡൊക്കെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതും കഴിഞ്ഞു. ഇനി നമ്മൾ വീണ്ടും ബാക്ക് ബട്ടൺ അമർത്തി ബാക്കിലേക്ക് പോയി. ഇവിടെ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ 1, 2, ഒന്നാമത്തെ പ്രൊഫൈൽ ഡീറ്റെയിൽസ്, രണ്ടാമത്തെ മൈ ഫേവറേറ്റ്സ്, മൂന്നാമത്തെ ക്യാഷ് ബാക്ക്, നാലാമത്തെ റെഫറൽസ്, അഞ്ചാമത്തെ മാനേജ് അഡ്രസ്സ്. ഇവിടെ മാനേജ് അഡ്രസ്സ് ക്ലിക്ക് ചെയ്യാം. മാനേജ് അഡ്രസ്സ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ അഡ്രസ്സ് കൊടുക്കുക. അങ്ങനെ ആഡ് ന്യൂ അഡ്രസ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ വരും. ഇവിടെ അഡ്രസ്സ് ടൈപ്പ് നമുക്ക് ഹോം അഡ്രസ്സോ വർക്ക് അഡ്രസ്സോ ഒക്കെ കൊടുക്കാം. അവിടെ ഹോം കൊടുത്തു. ഞാൻ ഹോം കൊടുത്തിട്ട് എന്ത് ചെയ്യുക, അവിടെ വീട്ട് നമ്പർ ഒരു പിന്നെ ഒരു 500 സങ്കല്പിച്ചോ, 500 കൊടുത്തു. ലാൻഡ് മാർക്ക് എന്തെങ്കിലും ഒരു പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിനോ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഹൈസ്കൂളിൽ നിന്നോ എന്തെങ്കിലുമൊക്കെ കൊടുക്കാം. പിന്നെ എന്താ വേണിച്ചാൽ നിങ്ങൾക്ക് ലാൻഡ് മാർക്ക് എന്താണെന്ന് വെച്ചാൽ വീടിൻ്റെ അടുത്ത് പള്ളിയോ മദ്രസയോ ചർച്ചോ അമ്പലമോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലാൻഡ് മാർക്കിനകത്ത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ പിന്നെ കൊടുക്കേണ്ടത് എന്താണ്, ചൂസ് ഏരിയ ആണ്. ചൂസ് ഏരിയ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ചൂസ് ഏരിയ എന്നുള്ളത് ക്ലിക്ക് ചെയ്തപ്പോൾ ഞാനിവിടെ പിന്നെ പഴഞ്ഞി എന്ന് കൊടുക്കാം. ഇവിടെ പഴഞ്ഞി എന്ന് കൊടുത്തു. ഞാനിവിടെ കീബോർഡിൽ സെർച്ചിങ് ബാറിൽ ഇവിടെ ഈ ബാറ്റിൻ്റെ ചിഹ്നത കീബോർഡിൽ കാണുന്ന ആ സെർച്ചിൻ ഐക്കണിൽ ഞാൻ ഒന്ന് ടച്ച് ചെയ്യാണ്. അപ്പോൾ സെർച്ചിൻ ഐക്കണിൽ ടച്ച് ചെയ്തപ്പോൾ അതാ പഴഞ്ഞി സ്കൂൾ ഗ്രൗണ്ട്, പഴഞ്ഞി ടെമ്പിൾ, ഇങ്ങനെ മങ്ങാട് റോഡ് ഇങ്ങനെ വന്നിട്ട് ഇതിലേതാണ് നമ്മൾ താമസിക്കുന്നതിൻ്റെ നിയറസ്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, അത് സെലക്ട് ചെയ്യാം. അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ബാക്കിയുള്ളതെല്ലാം അവിടെ വരും. കേരള സ്റ്റേറ്റ് ഒക്കെ അവിടെ വന്നില്ല. ഇനി നമ്മളിവിടെ പിൻകോഡ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അവിടെ പിൻകോഡ് കൂടെ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ സേവ് കൊടുക്കുക. അപ്പോൾ ഞാനിതൊന്നും കൊടുക്കുന്നില്ല, അതൊക്കെ നേരത്തെ കൊടുത്തിട്ടുണ്ട്, ഞാൻ ഒന്നും എന്ത് ചെയ്യുന്നില്ല, കൊടുക്കുന്നില്ല. ഇങ്ങനെ നമുക്ക് എത്ര അഡ്രസ്സ് വേണമെങ്കിലും നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ വർക്കിംഗ് ചെയ്യുന്നിടത്തുള്ള അഡ്രസ്സ്, നമ്മുടെ ഹോം അഡ്രസ്സ്, നമ്മുടെ ടെമ്പററി അഡ്രസ്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ആഡ് ചെയ്ത് എത്ര അഡ്രസ്സ് വേണമെങ്കിലും ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനകത്തേക്ക് കയറി വന്നാൽ ആദ്യം പൂർത്തിയാക്കേണ്ട വിഷയങ്ങളാണ്. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും വിഷയങ്ങളാണ് നമ്മളിവിടെ നിർബന്ധമായിട്ട് ചെയ്യേണ്ടത്. ഓക്കെ.